രാജകുമാരി MGM ITIയുടെ ഗാരേജിൽ വിശ്രമിക്കുന്ന ഈ ബസ് ഇപ്പോൾ ഒരു കൗതുക കാഴ്ചയാണ്. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 അനന്തപുരയുടെ നിരത്തുകളിലാണ് സർവീസ് ആരംഭിച്ചത്. പിന്നീട് 1965 KSRTCയുടെ ഭാഗമായി. KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരിയെ ITI ബസ് സ്വന്തമാക്കിയത്. കാലങ്ങളായി കട്ടപ്പുറത്തായിരുന്ന ഇവനെ പഴയ പ്രതാപകാലത്തിന്റെ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തിക്കാൻ വിദ്യാർത്ഥികൾക്കൊരു മോഹം. പിന്നെ നടന്നത് ഇവരുടെ തന്നെ ഒരു കായകൽപ്പ ചികിത്സ. പണിത് ഇറക്കാൻ പറ്റും എന്നാ പറഞ്ഞത് ഇവര്. ബാക്കി RTOയുടെ സംഭവമൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. വണ്ടി എഞ്ചിനൊക്കെ പക്കയാ, ഗിയർ ബോക്സിന് മാത്രം ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്നാ പറഞ്ഞു. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് നവീകരിക്കാൻ 1 ലക്ഷത്തോളം രൂപയാണ് ചിലവഴിക്കേണ്ടി വന്നത്. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകൾ കീഴടക്കി കുതിച്ചു പാഞ്ഞിരുന്ന ആ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൂടി പകർന്നു നൽകുകയാണ് രാജകുമാരി MGM ITI. റിപ്പോർട്ടർ ഇടുക്കി.